ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം വളരെ സുപരിചിതമായ വാക്യമാണ്. ആ വാക്യത്തിൽ നിന്നുകൊണ്ട് ഇന്ന് നിങ്ങളോട് ഒരാത്മീക ദൂത് പറയാൻ ഞാൻ ദൈവകൃപയെ ശരണപ്പെടുക. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 1-ാം വാക്യം. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പീൻ, അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. ധന്യനായ പൗലോസ്ലീഹ ഗലാത്യയിലെ വിശുദ്ധന്മാർക്ക് ലേഖനം എഴുതുമ്പോൾ ഗലാത്യ സഭയെ ഓർപ്പിച്ചുണർത്തുകയാ, നിങ്ങൾക്ക് ദൈവം തന്ന സ്വാതന്ത്ര്യം, അതിൽ നിങ്ങൾ ഓരോരുത്തരും ഉറച്ചു നിൽക്കണം. നിങ്ങളെ ഒതുക്കുവാൻ വരുന്ന അടിമ നുഖത്തിൽ നിങ്ങളുടെ ജീവിതം കുടുങ്ങിപ്പോകരുത്. ഈ വാക്യത്തിൽ നിന്നുകൊണ്ടാണ് അല്പസമയം നിങ്ങളോട് ദൈവത്തിൻ്റെ ദൂത് പറയാൻ പോകുന്നത്. എല്ലാ മനുഷ്യൻ്റെയും ഒരാഗ്രഹമാണ് സ്വാതന്ത്ര്യമായ ഒരു ജീവിതം. ഞാൻ ചിലരെ കണ്ടിട്ടുള്ള അനുഭവങ്ങളിലൂടെ ഈ പ്രസംഗത്തിനകത്ത് പങ്കുവെക്കും. ചിലരുടെ വീടുകൾക്കകത്ത് ഒരു സ്വാതന്ത്ര്യമില്ലായ്മ പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരിക്കൽ ഒരു പുതിയ വീടിൻ്റെ പ്രതിഷ്ഠ നടന്ന് അന്ന് ഞാൻ സ്ഥലത്തില്ലാഞ്ഞോണ്ട് എനിക്ക് പോകാൻ പറ്റിയില്ല. 2 മാസം കഴിഞ്ഞ് ഞാൻ ആ വീട്ടിൽ ചെന്നു. ആ വീട്ടിൽ ചെന്ന സമയത്ത് ആ വീട്ടിലുള്ള അച്ഛൻ എന്നോട് പറഞ്ഞ, അദ്ദേഹം എൻ്റെ ഒരു സ്നേഹിതനാണ്, വർഷങ്ങളായിട്ട് അദ്ദേഹവുമായിട്ട് എനിക്ക് ആത്മീക ബന്ധമുണ്ട്. ഞാനവിടെ ചെന്നപ്പോൾ പറഞ്ഞു, പാസ്റ്ററെ, ഈ വീട്ടിൽ കയറിയപ്പോൾ മുതൽ പാസ്റ്ററെ എന്തോ ഒരു വീർപ്പുമുട്ടൽ. ഞാൻ ചോദിച്ചു, അച്ഛാ അങ്ങനെ പറയാൻ കാരണം എന്താ? മോൻ്റെ ജോലി ഈ വീട്ടിൽ കയറി എൻ്റെ 2-ാം ദിവസം പോയി. എൻ്റെ വൈഫ് പോയ ഓട്ടോറിക്ഷയ്ക്ക് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. അവിടെ ഒരു സൈഡ് ആ ആക്സിഡൻറ്റിനകത്ത് പൂർണ്ണമായിട്ട് തകർന്നു പോയി. ഇപ്പം ബലപ്പെട്ടു വരുന്നു. മോളുടെ വിവാഹം അനുഗ്രഹത്തോടെ നടന്നതാണ്. പക്ഷേ ഇപ്പം മരുമോനുമായിട്ടൊരു ചെറിയ പ്രശ്നം ഉണ്ടായിട്ട് രണ്ടുപേരും 2 വീട്ടിലാണ് പാർക്കുന്നത്. പക്ഷേ 2 മാസം കൊണ്ട് ഞങ്ങളൊരു വലിയ വീർപ്പുമുട്ടൽ ഈ വീട്ടിൽ അനുഭവിക്കുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞ പരമാ, എന്തുവാ പാസ്റ്ററെ, ആത്മതലത്തിൽ ഒന്ന് സ്വതന്ത്രനാകാൻ പറ്റാത്തൊരവസ്ഥ എനിക്ക് ഫീലാകുന്നു. കുറച്ച് നാൾ കഴിഞ്ഞ് എന്നെ കാണാൻ ഒരു ഫാമിലി വന്നപ്പം ആ ഫാമിലി പറഞ്ഞൊരു കാര്യമുണ്ട്. സ്തോത്രം. അവർ വിവാഹിതരായി, അവർക്ക് പൈസയ്ക്ക് കുറവില്ല, സമ്പത്തുണ്ട്, നല്ല വീടുണ്ട്. പക്ഷെ അവരുടെ കുടുംബജീവിതം പോകേണ്ടതുപോലെ അവരുടെ ഫാമിലി ലൈഫ് പോകുന്നില്ല. അത് സ്തോത്രം അവർക്ക് വലിയ വീർപ്പുമുട്ടലിന് കാരണമായി. ഇനി വേറെ ചിലർക്ക് കുടുംബജീവിതത്തിൽ പ്രശ്നമില്ല, വീട്ടിൽ പ്രശ്നമില്ല, അവരുടെ പേഴ്സണൽ ലൈഫിൽ ഒരു വലിയ വീർപ്പുമുട്ടൽ അനുഭവിക്കുക. എന്തോ ഒരു എല്ലാവരും കൈയടിക്കാൻ പറയുമ്പം കൈയടിക്കുന്നുണ്ട്, പക്ഷേ എല്ലാവരും പാടാൻ പറയുമ്പം പാടുന്നുണ്ട്. എല്ലാവരും അഭിഷേകത്തിൽ നിറയുമ്പം നമ്മൾ ഒരു ആവേശത്തിന് കൈയടിക്കുന്നതല്ലാതെ അവരുടെ വ്യക്തിപരമായ ജീവിതത്തിൽ അവർക്ക് സ്വതന്ത്രരാകാൻ പറ്റുന്നില്ല. ഞാൻ ഒരിക്കൽ ഒരു ടീച്ചറുമായി സംസാരിച്ചപ്പോൾ ടീച്ചർ എന്നോട് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവം പറഞ്ഞു. അദ്ദേഹത്തിന് പെട്ടെന്ന് ഒരു തലവേദന സ്റ്റാർട്ട് ചെയ്തു. ആ തലവേദന തലയ്ക്കൊരു വലിയ മന്ദതയായി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ കാലുകൾക്ക് ഇച്ചിരി ബലം കുറയുന്ന പോലെ ഫീൽ ചെയ്തു. ഇച്ചിരി കഴിഞ്ഞപ്പോൾ നെഞ്ചിനകത്തൊരു പ്രയാസം. പുള്ളി പറഞ്ഞു, 6 ആശുപത്രി മാറി മാറി കാണിച്ചു. എന്തുവാ പാസ്റ്ററെ, എന്തോ എനിക്കൊരു സ്വാതന്ത്ര്യമില്ലാത്ത അവസ്ഥ, സ്വതന്ത്രമാകാൻ വയ്യാത്ത അവസ്ഥ. സ്തോത്രം. എല്ലാം ഉണ്ടെങ്കിലും ഒന്നും ചെയ്യാൻ പറ്റാതെ സ്റ്റക്കായ അനുഭവം. എന്നാൽ ബൈബിൾ പറയുക, ഇവിടെ പറഞ്ഞ സ്വാതന്ത്ര്യം മറ്റൊന്നാണെങ്കിലും ഞാൻ എല്ലാ മേഖലകളെ ഒന്ന് തൊട്ടുകൊണ്ട് പറയുക, എവിടൊക്കെയോ ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ പ്രഖ്യാപനം ഈ ദിവസങ്ങളിൽ ഞാൻ ആത്മാവിൽ കേൾക്കുകയാണ്. ആത്മാവിൽ കേട്ടുകൊണ്ടാണ് ഈ വചനമെടുത്തത്. നിൻ്റെ കൂടാരത്തിനകത്ത് അനുഭവിക്കുന്ന വീർപ്പുമുട്ടൽ, കുടുംബജീവിതത്തിനകത്ത് അനുഭവിക്കുന്ന വീർപ്പുമുട്ടൽ, വ്യക്തിപരമായ ജീവിതത്തിൽ അനുഭവിക്കുന്ന വീർപ്പുമുട്ടൽ. വേറെ ചിലർക്ക് സാമ്പത്തിക പ്രശ്നമില്ല, ശാരീരിക പ്രശ്നമില്ല, മാനസിക പ്രശ്നമില്ല. ഒരു ബൊമ്മയെപ്പോലെ ഇരിക്കുക അവരുടെ ആത്മീക ജീവിതം. സ്തോത്രം. കരയാനും പറ്റുന്നില്ല, പ്രാർത്ഥിക്കാനും പറ്റുന്നില്ല, ആരാധിക്കാനും പറ്റുന്നില്ല, സ്തോത്രം ചെയ്യാനും പറ്റുന്നില്ല. കഴിക്കുന്നുണ്ടോ, കുടിക്കുന്നുണ്ട്, കിടക്കുന്നുണ്ട്, ഉറങ്ങുന്നുണ്ട്, എന്നാ ഉറങ്ങുന്നില്ല. ഇങ്ങനൊരു വല്ലാത്ത അവസ്ഥയിൽ ദൈവത്തിൻ്റെ സ്വത്രം കുറേ നാൾ കൊണ്ട് പോരുക. പരിശുദ്ധാത്മാവ് പറയുക, നിനക്കും ഒരു സ്വാതന്ത്ര്യം തരാൻ ദൈവത്തിന് പ്ലാനുണ്ട്.
ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് പറയാം, നിന്നെ ഒന്ന് സ്വതന്ത്രനാക്കാൻ പരിശുദ്ധാത്മാവ് കൊതിക്കുക. ചില മേഖലകളിൽ നിങ്ങൾക്കും മനസ്സിലായെന്ന് തോന്നുന്നു. എന്നാൽ ഇവിടെ ന്യായപ്രമാണത്തിനുള്ള സ്വാതന്ത്ര്യത്തെയാണ് പരിശുദ്ധാത്മാവ് വിരൽ ചൂണ്ടുന്നത്. എന്നാൽ ഒന്നുകൂടെ ഞാൻ പറയാം, കർത്താവ് നിന്നെ ഈ ദിവസങ്ങളിൽ സ്വതന്ത്രരാക്കും. നിങ്ങളിൽ എത്ര പേർ പ്രതീക്ഷിക്കുന്നുണ്ട് ഈ വീർപ്പുമുട്ടലിന് ഫുൾ സ്റ്റോപ്പ് ഇടുന്നൊരു ദിവസം വരുന്നുണ്ട്, ഈ വീർപ്പുമുട്ടൽ ക്യാൻസൽ ആകുന്നൊരു ദിവസം വരും.